എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കുഞ്ഞു കലാകാരി ഒരുക്കുന്ന ചിരട്ടയ്ക്കുള്ളിലെ ഒരു മിനിയേച്ചർ മോസ് ഗാർഡനാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനാവശ്യമായുള്ള സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചിരട്ട, പോട്ടിംഗ് മിക്സ്ചർ, മോസ്, കുറച്ച് സ്റ്റോൺസ്, ഒരു മിനിയേച്ചർ ഹൗസ്. ഗാർഡൻ എടുക്കുന്നതിനുള്ള ചിരട്ട വൃത്തിയാക്കി എടുക്കുന്നു. സാമാന്യം വലിപ്പമുള്ള ഒരു ചിരട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ പുറം ഭാഗം നന്നായി ഉരസി ഇതിൻ്റെ നാരുകളൊക്കെ പരമാവധി ഒഴിവാക്കിയെടുക്കുന്നു. നേരത്തെ ഞാനൊരു മിനിയേച്ചർ ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്ന ചെയ്യണമെന്ന് പറഞ്ഞ പ്രകാരമാണ് ഇപ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. മോസ് കളക്ട് ചെയ്യാനായി പോവുകയാണ്. ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇപ്പോൾ ധാരാളം മോസ് വളർന്നിരിക്കുന്നുണ്ട്. ഇതൊരു കത്തി ഉപയോഗിച്ച് അവ സാവകാശം ഇളക്കിയെടുക്കുകയാണ്. കളക്ട് ചെയ്തിട്ടുണ്ട്. ചിരട്ടയുടെ അടിയിലായി കുറച്ച് കല്ലുകൾ നിരത്തുന്നു. ഇതിന് മുകളിലാണ് പോട്ടിംഗ് മിക്സ്ചർ നിറയ്ക്കേണ്ടത്. ഗാർഡൻ സോയിൽ, കൊക്കോപിറ്റ്, ചാണകപ്പൊടി എന്നിവയുടെ മിക്സ്ചറാണ് എടുത്തിരിക്കുന്നത്. ഇവയൊക്കെ ഞാനാണ് തയ്യാറാക്കി കൊടുത്തത്. ഇത് ചിരട്ടയുടെ ബാക്കിയുള്ള ഭാഗത്ത് നിറച്ചു കൊടുക്കുന്നു. ഒരു ചെറിയ കുന്നുപോലെ മുകൾഭാഗം ആക്കിയെടുത്തിരിക്കുന്നു. ഇതിലേക്ക് മോസുകൾ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചു കൊടുക്കുന്നു. കുറച്ച് ഭാഗത്ത് ചെറിയ പുല്ലുകൾ വളർന്നതും വെച്ചിട്ടുണ്ട്. മണ്ണ് പുറത്ത് കാണാത്ത വിധം എല്ലാ ഭാഗവും കവർ ചെയ്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത്. എല്ലായിടത്തും വെച്ചിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് ഇതിനെ മണ്ണിനോട് ചേർത്തുറപ്പിക്കണം. ചെറിയ 1-2 ഫേൺസ് കൂടി നടുന്നുണ്ട്. ഇതിനായി ചെറിയ കുഴികൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. ഒരു ഉരുളൻ കല്ലും എടുത്തു വെച്ചിട്ടുണ്ട്. ഫോം ഷീറ്റിൽ ഞാൻ നിർമ്മിച്ച ഒരു മിനിയേച്ചർ ഹൗസാണ് ഇത്. ഏറ്റവും മുകളിലായിട്ട് വെച്ചു കൊടുക്കുന്നു. ഈ വീടിൻ്റെ വാതിലിന് മുന്നിൽ നിന്നും താഴേക്ക് നടപ്പാത പോലെ കുറച്ച് വെളുത്ത കല്ലുകൾ കൂടി നിരത്തുന്നു. ഈ ചിരട്ട ചരിയാതിരിക്കാൻ വേണ്ടിയിട്ട് മാസ്കിംഗ് ടേപ്പ് ചുറ്റി വന്ന ഒരു കാർഡ്ബോർഡ് റിങ്ങിൽ ബ്ലാക്ക് പെയിന്റ് അടിച്ച് എടുത്തിരിക്കുന്നു. അങ്ങനെ നമ്മുടെ മിനിയേച്ചർ മോസ് ഗാർഡൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഈ കുഞ്ഞു
കലാകാരിയുടെ പ്രകടനം ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.